ഫസ്റ്റ് ഡേ തന്നെ എന്റെ ക്ലാസ് കട്ട് ചെയ്താ പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറ്റില്ല കേട്ടോ. സാറേ ഞാൻ പോകുന്ന ക്ലാസ്സിൽ ഈ നാട്ടിൽ എങ്ങോട്ട്? മധുരാശിക്ക്. ഇനിയെല്ലാം തൊലഞ്ഞു പോവുള്ളടാ. താങ്ക് യു സാർ. സൂപ്പറാണോ സാർ? ஃபுல்லா பைத்தியக்கார பசங்க. பைத்தியக்காரனா சார்? மென்டல் சார், மென்டல். നാളെ സൂപ്പർ സ്റ്റാർ ആന പിറക് എന്നെ മറക്കണ്ട. മൈ നെയിം ഇസ് സ്വാമിനാഥൻ. ഞാനൊരു അനാഥനാണ്. ഒരു അമ്മയുടെ വാത്സല്യവും ഒരച്ഛന്റെ സ്നേഹവും എനിക്ക് കിട്ടിയിട്ടില്ല. കൂടുതൽ കഴിച്ചു ബാക്കി എല്ലാം പറ്റും. ഞാൻ രക്ഷപ്പെടും. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം നല്ല ഓർമ്മശക്തിയുള്ള അലവലാദികളെയാണ് നന്നായി പഠിക്കുന്നവരെ കണക്കാക്കുന്നത്. അയ്യോ, ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. ഹലോ, എന്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അയ്യോ, നീ എന്ത് കഥ പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും. ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസർ നിനക്ക് ഇനി ജന്മത്തിൽ കിട്ടൂല. എല്ലാ നാറുകളുണ്ടല്ലോ. കോക്കസ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം. സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. ചെറുപ്പത്തിലെ വലിയ ബൈക്കറാവണമെന്നായിരുന്നു അവന്. ഞാനറിയാതെ കോളേജിൽ പഠിക്കുമ്പോൾ ബൈക്ക് എടുത്തോണ്ട് പോയതാണ്. തീരുമാനമായി. പക്ഷെ ഏതൊരാപത്തിനെയും പ്രതിരോധിക്കാൻ തക്ക ഒന്നിനെ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ഒടുവിൽ അവൻ അവിടെ എത്തി. സിദ്ധ കിണറിനെത്തി. ചെറുക്കൻ ഡ്രസ് പഠിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി. അവനെ ആ കിണറിൽ എത്തിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. സിദ്ധൻ ജയഗണേഷിന് അവന്റെ ജന്മരഹസ്യം ഊതിക്കൊടുത്തു. വെള്ളത്തിനടിയിൽ നിന്ന് ജയഗണേഷിന് കിട്ടിയ പോലൊരു സൂപ്പർ പവർ കിട്ടാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ? പക്ഷേ അവിടെ ഒന്നിന്റെയും അവസാനമായിരുന്നില്ല. പുതിയൊരു ജയഗണേഷിന്റെ തുടക്കമായിരുന്നു. Now wait for a miracle. ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. എന്നിട്ട് അണ്ണൻ ചാടി എണീറ്റ അവരുടെ തോളത്തെ കൂടെ ചവിട്ടി 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 ജമ്പടിച്ച് അവരുടെ പുറകിൽ കിടന്ന നേതാവിനെ കുത്തി 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 കൊന്ന്. അമ്പേട്ടാ, എന്നിട്ട് ഒരു മിനിറ്റ്. गंगा भैया वो ऐसे दौड़ के आया, ಗುಲಾಟೆ ಮಾರ ರಂಗಣ್ಣ ದೊಡ್ಡ ರೋಡಿ ಅಡ್ಡಾಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು. ಲಾಂಗ್ ಎತ್ತಿದ ತಕ್ಷಣ ಕತ್ತನ್ನ ಕಚಕ್ ಅಂತ ಕತ್ತರಿಸ್ತಾರೆ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട ആൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. എടാ മോനെ, ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും.
കെയർ ടേക്കറാണ്. ചുമ്മാ എല്ലാത്തിനകത്ത് കയറി തലയിടും, അതുകൊണ്ട് ചോദിച്ചാ. ആ, ഞാൻ തലയിടും, എല്ലാത്തിനും തലയിടും. കാരണം ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഞാൻ വളരെ കച്ചറയാണ്. എനിക്ക് ഒരു കസേര എടുത്തിട്ട് ഇങ്ങോട്ട് ഇരിക്കടാ, കൊല്ലോ മിണ്ടിയും പറഞ്ഞൊക്കെ ഇല്ല. ഒറ്റയ്ക്ക് ജീവിക്കണതിന്റെ സുഖം നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിന്റെ ഷെയർ പോയി. 4-5 പേര് കിടക്കേണ്ട മുറിയില്ല, നീ ഒറ്റ ഒരുത്തൻ നെഞ്ചും വിരിച്ച് കിടക്കുന്നേ. നിങ്ങൾ ഈ ചുറ്റിക്കൽ തുടങ്ങിയിട്ട് എത്ര ആളാണ്? വിഷയമാ, മൊത്തം വിഷയമാ. നീ അവളെ കണ്ടില്ലേ? ആളിഷ്ടപ്പെട്ടോ? മിസ്റ്റർ പവിത്രൻ, ഇത്രയും നാളായിട്ട് താങ്കൾക്ക് എന്നെ കാണുമെന്ന് തോന്നിയതേയില്ല. എന്നാലേ എനിക്ക് കാണണം.